നമസ്കാരം. വളാഞ്ചേരി മനുഷ്യവിസർജ്യം കൊണ്ട് ഹിന്ദു തീവ്രവാദി അമ്പലത്തിൻ്റെ മേലെ എറിഞ്ഞ ചരിത്രം നിങ്ങൾക്കറിയാലോ. അത് ചീറ്റിപ്പോയി. അവരുദ്ദേശ്യം ഇത് കൊണ്ടിടുക, എന്നിട്ട് മുസ്ലിങ്ങളുടെ മേലെ വെച്ച് കെട്ടുക, അതാണ് ഉദ്ദേശം. അത് ചീറ്റിപ്പോയി. പോലീസ് പിടിച്ചു, ആളെ പിടിച്ചു. അപ്പോൾ ജയിലിലാണ്. കഴിഞ്ഞ് കോയമ്പത്തൂർ പന്നിമാംസം കൊണ്ട് 2 ക്ഷേത്രത്തിലാണ് കൊണ്ടിട്ടുള്ളത്. ഡബിൾ എഫക്റ്റ്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുക. അതും ചീറ്റിപ്പോയി, അവനും ജയിലില്ല. ഇതിങ്ങനെ നിരന്തരം ചെറിയ രൂപത്തിൽ വലിയ രൂപത്തിൽ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ പെരിന്തൽമണ്ണയിലൊരുത്തൻ, അവനിതുപോലെ ഒരു പോസ്റ്റ് ഇട്ടു. നബി തിരുമേനിയെക്കുറിച്ച് മോശമായിട്ടുള്ള പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ധൈര്യം വേണ്ടി എന്നെ വെട്ടിക്കൊല്ല്, 24 മണിക്കൂറിനകത്ത് എന്നെ വെട്ടിക്കൊല്ല് എന്നൊക്കെയും പറഞ്ഞ്. പെരിന്തൽമണ്ണയിലുള്ള ആരും വഴിയരികിൽ കിടക്കുന്ന മനുഷ്യവിസർജ്യം ഉണ്ടല്ലോ, അതാരും തിരിഞ്ഞു നോക്കാറില്ലല്ലോ. എന്ത് മണം തോന്നി അവിടെ നിൽക്കാറില്ലല്ലോ, ഒഴിഞ്ഞു പോയല്ലേ ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ഇവൻ്റെ ഈ ദുർഗന്ധം, പോസ്റ്റിലൂടെ വമിച്ച ദുർഗന്ധം, ആരും അത് കാര്യമായിട്ട് എടുത്തില്ല. അതാണ് പെരിന്തൽമണ്ണക്കാർ, അതാണ് കേരളീയർ. അത് കാര്യമായിട്ട് എടുത്തില്ല അവർ. അങ്ങനെ അവൻ്റെ ആ സുവർണാവസരം സൃഷ്ടിക്കണ പരിപാടി പൊട്ടി. പക്ഷെ ഏതായാലും ആ പോസ്റ്റ് ഇട്ട ആളോട് നന്ദി പറയാം. നീ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേ, എന്നിട്ട് കേരളീയർ എങ്ങനെ പ്രതികരിക്കുന്നു നീ ഒന്ന് അറിയേ. ഇപ്പം മനസ്സിലായല്ലോ. ഏതായാലും അതും ഒരു നനഞ്ഞ പടക്കമായി മാറി. അവനെയും പോലീസ് പിടിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഉത്തരേന്ത്യൻ ഊശാമ്പിക്കളി അത് കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്നുള്ള കാര്യം ഒരുപാട് സംഭവങ്ങളിലൂടെ കേരളീയർ തെളിയിച്ചിട്ടുള്ളതാണ്. മാനവികതയ്ക്ക് അപ്പുറം നിന്നുകൊണ്ടൊരു മതമൊന്നും അവർ തലയിൽ വെച്ചുകൊണ്ട് നടക്കാറില്ല. മതം എല്ലാവരുടെയും മനസ്സിലുണ്ട്, അവർ മതത്തെ പിന്തുടരുന്നുണ്ട്. പക്ഷെ മതത്തിൻ്റെ പേരിൽ അവർ മനുഷ്യനെ കാണാത്ത വിധം അന്ധന്മാരൊന്നുമല്ല, മൂഢന്മാരല്ല കേരളീയർ. അതൊക്കെ ഉത്തരേന്ത്യയിൽ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളിലൂടെ ഇടവിട്ട് ഈശ്വരൻ തന്നെ അതൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കേരളത്തിൽ ഈ കളി നടക്കില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ പോസ്റ്റ് ഇട്ടവരോട് നന്ദി പറയാനുള്ള കാരണം അതാണ്. ഈ ഉത്തരേന്ത്യയിൽ ഈ കളി ഇതേപോലെ നടത്തി അതിൻ്റെ ഈ കളിയുടെ വിത്ത് ഇട്ടിട്ട് 100 മേനി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴത് കർണാടകം വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ മറ്റു പലയിടത്തും ബംഗാളിൽ നടക്കില്ല, പഞ്ചാബിൽ നടക്കില്ല, രാജസ്ഥാനിലും നടക്കില്ല, മറ്റേ മഹാരാഷ്ട്രയിൽ നടക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കർണാടകക്കാർ നോക്കുന്നുണ്ട്, വിളവെടുക്കാൻ നോക്കുന്നുണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. ഏതായാലും ഈ ഒരു സ്വപ്നം ഇങ്ങനെ തമ്മിൽ തല്ലിച്ചിട്ട് നേട്ടം കൊയ്യാനുള്ള നമ്മളുടെ കുറുക്കൻ്റെ സ്വപ്നം ഉണ്ടല്ലോ, നടുവിൽ നിന്നിട്ട് ആട്ടുമുട്ടന്മാർ ഇടികൂടുമ്പോൾ നടുവിൽ നിന്ന് ചോര നക്കാൻ വേണ്ടി നിന്ന് കുറുക്കൻ്റെ കഥ അറിയാലോ. അവസാനം അവൻ്റെ തല തകരും. അത്രയും ഉണ്ടാവും പോണിലൂടെ. സുവർണാവസരം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സുവർണാവസരം സൃഷ്ടിക്കാമെന്നുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വളാഞ്ചേരിയിൽ മലമെറിഞ്ഞതും കോയമ്പത്തൂരിൽ പന്നിമാസം എറിഞ്ഞതും എല്ലാം അതിൻ്റെ പേരിൽ തന്നെയാണ്. സുവർണാവസരം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ്. അവരുടെ സ്വപ്നം അതാണ്. കേരളത്തിലുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ സർഗാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ മനസ്സിനെ കവർന്നെടുത്ത് അത് വോട്ടാക്കി മാറ്റി അധികാരത്തിൽ കയറി അന്തസ്സോടുകൂടി ആഭിജാത്യത്തോടുകൂടി പ്രവർത്തിക്കുക. ഇതെല്ലാം സംഘപരിവാറിൻ്റെയും BJPയുടെയും ഇപ്പോൾ സ്വപ്നം അതല്ല. എങ്ങനെ എളുപ്പത്തിൽ ചാടിക്കിടക്കാം, ഷോർട്ട് കട്ട്. അതിനുള്ള ഷോർട്ട് കട്ടുകളാണത്. ഇസ്ലാമോഫോബിയ കൊണ്ടുപിടിച്ച് നടത്തുക,
ഇപ്പോൾ ക്രിസ്ത്യൻ പള്ളി തകർക്കാൻ വേണ്ടി കുറേ പള്ളികളുടെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല. വടക്കുന്നാലിൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങിച്ച് ലീസിനോ അങ്ങനെ എന്തോ 99 വർഷത്തിന് അറിയില്ല എഴുതി വാങ്ങിച്ചു. അത് തിരിച്ചു കിട്ടണം. പക്ഷേ അതിന് പട്ടയം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. പട്ടയം കിട്ടിക്കഴിഞ്ഞു എങ്കിൽ പോലെ എന്താ പട്ടയം കിട്ടിയാൽ എന്താ? ഉത്തരേന്ത്യയിൽ ബാബറി മസ്ജിദ് പൊളിച്ചത് കൊണ്ടാണ് അവിടെ ഇപ്പോൾ ഈ ഒരു BJP ലയം വന്നത് എന്ന് കരുതുന്ന ആളുകളെ ഇവിടെ മൂഢസ്വർഗത്തിലാണ്. ഇവിടെ ഒരു പള്ളി പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് 10 വോട്ടുണ്ടെങ്കിൽ അത് 0 വോട്ടായിട്ട് തിരിയും. അത്രേ ഉണ്ടാവും പോകുന്നുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ അത് സമ്മതിക്കില്ല. പക്ഷേ ഇവരുടെ ചാണക ബുദ്ധിക്ക് അത്രയങ്ങൾ ഇപ്പോഴും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാണക ബുദ്ധി വെച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുപിടിച്ച് നടത്തുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. പക്ഷെ നടത്തിയതൊക്കെ ഇപ്പം ഞാൻ നിറഞ്ഞ പടകങ്ങളായിട്ട് എല്ലാം ചീറ്റി പോവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് സംഭവിച്ചുള്ളത്. പെരിന്തൽമണ്ണ അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കാര്യമായിട്ടില്ല, മുസ്ലിം കമ്മ്യൂണിറ്റി വേണ്ടത്രയുണ്ട്. മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ ഏരിയയിൽ, മലപ്പുറം, പെരിന്തൽമണ്ണ മലപ്പുറത്താണ്, മണ്ണാർക്കാട് പാലക്കാടാണ്. അവിടെ എന്തൊരു കാര്യമാണെങ്കിലും അവർ എല്ലാവരും സഹകരിച്ചാൽ നടത്തുക. ഞാനവിടെ ഒരിക്കൽ പെരിന്തൽമണ്ണയിൽ ഒരു ഗീതാജ്ഞാനയജ്ഞം നടത്തി. 21 ദിവസവും മറ്റോ നീണ്ടു നിൽക്കുന്ന ഒരു ഗീതാജ്ഞാനയജ്ഞം നടത്തി. അന്നവിടെ സഹകരിക്കാൻ വന്നതിൽ, ആ കാര്യത്തിൽ സഹകരിക്കാൻ വന്നതൊരു ഹാജിയാരുണ്ടായിരുന്നു. അവിടെ അതിൻ്റെ തൊട്ട് മുമ്പിലുള്ളൊരു ഓഡിറ്റോറിയത്തിൽ ഞാൻ അവിടെ ഒരു മുസ്ലിം സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പിരിവിന് ഇറങ്ങിത്തിരിഞ്ഞ സമയത്ത് അവർ കൈ നിറയെ പിരിവ് തന്നിട്ടുണ്ട്, കേൾക്കാൻ വരാറുണ്ട്. ഗീത നടത്തുന്ന സമയത്ത് അത് എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് അതൊക്കെ. അവിടെ ഒരു ഡോക്ടർ രാമദാസ് ഉണ്ട്. രാമദാസിനോട് ഓടിപ്പോയി ചോദിക്കുക, നിങ്ങൾ ഹിന്ദുവാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പറയും. അവിടെയുള്ള മുസ്ലിങ്ങളാണെങ്കിലും കുറച്ച് ക്രിസ്ത്യാനികളുണ്ട്, അവിടെ ഹിന്ദുക്കൾക്കൊക്കെ അദ്ദേഹം ഈശ്വരനാണ് അവിടെ. അല്ലാതെ ജാതിയും മതം അങ്ങനെ ഒരു ചിന്ത കേരളത്തിലില്ല, എസ്പെഷ്യലി പെരിന്തൽമണ്ണയിലും ഇല്ല. തിരുവാതിര ഉത്സവം വരുന്ന സമയത്ത് അത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമല്ല, അവിടെയുള്ള സകലമാനപേരുടെ ഉത്സവമാണത്, നാടിൻ്റെ ഉത്സവമാണത്. ഇവരെല്ലാവരും ഒരുപോലെ സഹകരിക്കും. എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് മുമ്പിൽ കൊട്ടാനും പാടാനും തുള്ളാനും അവിടെ മുസ്ലിംസും പങ്കെടുക്കും, സഹകരിക്കും. അവർ വിശ്വാസ രീതി മറ്റൊന്നായിരിക്കാം, ഹിന്ദുവിൻ്റെ വിശ്വാസ രീതി മറ്റൊന്നായിരിക്കാം. പക്ഷേ സഹകരണത്തിൻ്റെ കാര്യത്തിൽ ആ വ്യത്യാസം അവിടെ കാണില്ല. സഹകരിക്കുന്നു, മനസ്സ് നിറഞ്ഞുകൊണ്ട് ആ സൗഹാർദ്ദം, അതാണ് അവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തിരുമാലിയെ, ഈ പോസ്റ്റ് ഇടുന്നവൻ പോസ്റ്റ്മാനാണല്ലോ, ഈ പോസ്റ്റ്മാനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ഈ മനുഷ്യ വിസർജ്യം കിടക്കുന്ന സമയത്ത് അവിടെ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല, അവർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ആരും അവൻ്റെ പേരെ കയറി മറ്റേ ചൊറിയാനോ മാന്താനോ പോയില്ല. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അവൻ 2 അടി കിട്ടണം, എന്നിട്ട് പറയാം മർദ്ദിച്ചു എന്നുള്ള പേര്, മർദ്ദിച്ച് അവശനാക്കി, കൊല്ലാതെ കൊന്നു, ഇങ്ങനെ പറഞ്ഞിട്ട് വേണമല്ലോ ഒരಸಿ തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറേ ഒരസുമ്പോഴല്ലേ തീ ഉണ്ടാവുള്ളൂ. ഒരസണമെങ്കിൽ 2 വസ്തുക്കൾ വേണമല്ലോ. പക്ഷേ കേരളത്തിൽ ഇപ്പം അതില്ല. അതാണ് പ്രശ്നം. ഉത്തരേന്ത്യയിൽ ഈ 2 വസ്തുക്കൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ഇതില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൈയിട്ട് മാത്രം ഒരച്ച തീ ഉണ്ടാവില്ലല്ലോ. അവിടെ 2 കൈയിട്ട് ഒരസണം, അതിനാണ് തീ, 2 വസ്തുക്കളിട്ട് ഒരസണം. അതിനാണ് ഇവർ ശ്രമിക്കുന്നത്. പക്ഷെ എന്തുണ്ടായി അവസാനം? ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഇല്ല, അപ്പോൾ കേസ് അവൻ്റെ പേരിൽ കേസ് എടുത്തു. വേറൊന്നും സംഭവിച്ചില്ല. ഇനി അവരുടെ സ്ഥിരം കലാപരിപാടി ഉണ്ടല്ലോ, അവരുടെ ഉപ്പാപ്പ പഠിപ്പിച്ചു വെച്ചത്, സവർക്കർ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ പഠിച്ചു, അവരുടെ പഴയ കാരണവർ പഠിപ്പിച്ചു വെച്ച പരിപാടി ഉണ്ടല്ലോ, ഷൂ നക്കൽ, അത് പരത്ത് തന്നെ ഉണ്ടാവും. അതാണ് അവരുടെ സ്ഥിരം പരിപാടി. മാപ്പും ഷൂ നക്കലും മാപ്പും അത് പുറത്ത് തന്നെ ഉണ്ടാവും. ഏതായാലും ഒരു കാര്യം ഇവിടെ തെളിയിച്ചു. അവൻ്റെ പോസ്റ്റ് മുഖാന്തരം പലരും ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം മനുഷ്യവിസർജ്യം എറിഞ്ഞപ്പോൾ, കോയമ്പത്തൂർ പന്നിമാസം എറിഞ്ഞപ്പോഴേക്കും അവിടെ തെളിയിച്ചു. ഇതിൻ്റെ പേരിലൊന്നും ഇവിടെ ഒരു വിടവുണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ചു. ഇവിടെയും അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മലയാളി ഇത്തരം വേണ്ടാസനങ്ങൾ അത് കേരളത്തിൽ നടപ്പാവില്ല, മലയാളികൾക്കിടയിൽ നടപ്പാവില്ല. മലയാളി അറിയുന്നവനാണ്. അവനിവിടെ സ്വന്തം പെരയ്ക്ക് തീ വയ്ക്കില്ല, ഒരിക്കലും തീ വയ്ക്കില്ല. പ്രവാചകനെ അവഹേളിക്കുക, ഖുറാനെ അവഹേളിക്കുക, അതങ്ങനെ അവഹേളിക്കുമ്പോൾ ഈ മുസ്ലിം പിള്ളേർ
തലയ്ക്ക് വെളിവില്ലാത്തവരാണല്ലോ, ഉടനെ ചാടി വീഴും. ചാടി വീണാൽ ഇങ്ങോട്ടടി അങ്ങോട്ടടി, നല്ല സംഘർഷമായി. പിന്നെ ഇപ്പുറത്ത് മാറി നിന്ന് കണ്ടാൽ മതി. ഏത് സിനിമയിൽ സെലിം ഗോറോ എന്നവരെ ഈ സംഘർഷം ആരംഭിച്ചിട്ട് എത്ര സമയമായി? ഒരു അരമണിക്കൂർ. ഓ ഞാൻ വരാൻ വൈകി ഇത്രയും എന്ന് പറഞ്ഞ പോലെ സംഘർഷം ഉണ്ടാക്കി അത് കണ്ടുനിന്ന് ഇങ്ങനെ രസിക്കുക. ഇതാണ് ഈ പോസ്റ്റ്മാൻ്റെയൊക്കെ ഉദ്ദേശം. അവനൊരു പോസ്റ്റ് ഇട്ടാൽ മാത്രം മതി. അടികൊള്ളുന്നതും തല്ലുകൊള്ളുന്നതും കഷ്ടപ്പെടുന്നതും സമൂഹമാണ്. പക്ഷേ ഈ സമൂഹത്തെ, കേരള സമൂഹത്തെ ഇനി കിട്ടാൻ പോകുന്നില്ല. അതിവിടെ തെളിയിച്ചു, നല്ല രീതിയിൽ തെളിയിച്ചു. അങ്ങനെ ഈ സുവർണാവസരവും ചീറ്റിപ്പോയി. ഈ സുവർണാവസരത്തിനുള്ള ഒരുക്കവും ചീറ്റിപ്പോയി. ഈ മ്ലേച്ഛമായിട്ടുള്ള വഴി കേരളത്തിൽ നടപ്പാവൂല മോനെ ദിനേശ എന്ന് പെരിന്തൽമണ്ണക്കാരും പറഞ്ഞു, വളാഞ്ചേരിക്കാരും പറഞ്ഞു, കോയമ്പത്തൂരുകാരും പറഞ്ഞു, ഇനിയും പലരും പറയും. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടുത്തെ മതേതരത്വവാദികളായിട്ട് എല്ലാവർക്കും മതമുണ്ട്. ബഷീറിന് മതമുണ്ട്, അവൻ മുസ്ലിം മതമാണ്. അരവിന്ദാക്ഷന് മതമുണ്ട്, അവൻ ഹിന്ദു മതമാണ്. ജോസഫിന് മതമുണ്ട്, അവൻ ക്രിസ്ത്യൻ മതമാണ്. അവരുടെ മതവും അവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ അവർ കാണുന്ന സമയത്ത് എന്താ, അതായത് മറ്റേ രണ്ട് വഴികളിലെ മറ്റെന്താ പറയുക, ഗല്ലികളിലുള്ള പട്ടികൾ കാണുന്ന സമയത്ത് മുരളുന്ന പോലെ മുരളൂ അവര്. കേരളത്തിൽ മുരളൂ അവര്. ഒരു ഫാദറെ കാണുമ്പോൾ മൊല്ലാക്കിക്ക് മുരൾച്ച വരൂ. ഒരു പൂജാരിയെ കാണുമ്പോൾ മൊല്ലാക്കിക്കോ അല്ലെങ്കിൽ അച്ഛനോ മുരൾച്ച വരൂ. എത്ര സന്തോഷമായിട്ട് ഇവിടെ നീങ്ങുന്നു. ആ ഒരു സ്വച്ഛമായിട്ടുള്ള പ്രശാന്തമായിട്ടുള്ള ആ തടാകത്തിൽ വിഷം കലർത്താൻ നോക്കുകയാണ് ഇവര്. ഏറ്റവും വലിയ കൊടും പാപമാണ് ഇവർ ചെയ്യുന്നത്. ആദതായിത്വം എന്ന് പറയുന്ന സംസ്കൃതം, ആദതായിത്വം, കൊടും പാപമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിജയിച്ചിട്ടില്ല. ഈശ്വരൻ അതിനെ അനുവദിച്ചിട്ടില്ല, അനുവദിക്കാൻ പോകുന്നുമില്ല. മാത്രമല്ല, ഇവിടുത്തെ കുട്ടികളുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അവരൊക്കെ വളർന്നു വരുന്നവരാണ്, പഠിപ്പാളികളാണ്. പണ്ടത്തെ പോലെ ഒന്ന് തോട്ടുമ്പോഴേക്കും വികാരം ആളിക്കൊത്തൊന്നുമില്ല അവർക്ക്. പിന്നെ ഇവിടുത്തെ സർക്കാരുണ്ട്, മതേതര ഭാവന കൃത്യമായിട്ട് കൈയാളുന്ന സർക്കാർ, നവോത്ഥന ചിന്താ പദ്ധതികളായിട്ട് മുന്നോട്ട് പോകുന്ന സർക്കാർ, ഒന്നിനും പേടിയില്ലാത്ത സർക്കാർ, സാക്ഷാൽ പിണറായി വിജയൻ്റെ സർക്കാർ. അവരുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ അതാണ് സമയത്ത് 24 മണിക്കൂർ കൊണ്ട് പിടിക്കുകയല്ലേ, പൂച്ചക്കുട്ടിയെ പിടിക്കുന്ന പോലെ പിടിക്കുകയല്ലേ ഇത്തരം പോസ്റ്റ്മാൻമാരെയും മനുഷ്യവിസർജ്യം എറിയുന്നവരെയും പന്നിമാംസം എറിയുന്നവർ. 24 മണിക്കൂർ, വിത്തിൻ 24 മണിക്കൂർ അപ്പം തന്നെ പിടിച്ചു മാറ്റും. ഇവരുടെ ഇത്തരം പരിപാടികൾക്കും ജൽപ്പനങ്ങൾക്കും ഈ പഴം പതിരിൻ്റെ വില പോലും കേരളീയർ കൊടുക്കുന്നില്ല. ഏതായാലും ഇനി പോസ്റ്റ്മാന് കയറി ഇറങ്ങാം, കോടതി കയറി ഇറങ്ങാം. ഒരു കാര്യം ഒരു മനസ്സിലാക്കണം, ഇവിടെയുള്ള മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ഹിന്ദുവിനും ഒരു കാര്യം മനസ്സിലാക്കി അവർ കാണാപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ആരാണ് ഹിന്ദുക്കൾ, ആരാണ് ഹിന്ദുത്വവാദികൾ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിന്ദുത്വ ആൻഡ് ഹിന്ദുയിസം? അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഏത് സന്യാസാശ്രമങ്ങൾ ഇവിടെ ഇല്ലേ? രാമകൃഷ്ണാശ്രമമുണ്ട്, ചിന്മയ മിഷനുണ്ട്, ദയാനന്ദാശ്രമങ്ങളുണ്ട്, മാതാമൃതാനന്ദമയ ആശ്രമങ്ങളുണ്ട്, രവിശങ്കർജിയുടെ ആശ്രമങ്ങളുണ്ട്, സത്യസായി ബാബയുടെ കേന്ദ്രങ്ങളുണ്ട്. ഇവരാരെങ്കിലും എപ്പോഴും അവന്മാരങ്ങ് മുസ്ലിംസാ, ഇത് ഇവന്മാരുടെ പള്ളിയാ എന്ന് അവരെപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരൊക്കെയാണ് വക്താക്കൾ, അവരൊക്കെയാണ് ഹിന്ദുവിൻ്റെ വക്താക്കൾ, അവർക്കാണ് ഹിന്ദുവിനെ കുറിച്ച് പറയേണ്ടത്. 4 ശങ്കരാചാര്യന്മാരുണ്ട്. അവരാരെങ്കിലും മറ്റുള്ള മതക്കാരെ നോക്കിയിട്ട് വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? അവരല്ലേ ഇതൊക്കെയും പറയേണ്ട ആൾക്കാർ. ഇവന്മാർക്കാരെ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുള്ളത്. സന്യാസിമാരും ചെയ്യില്ല. പിന്നെ 1-2 കൂട്ടം തെറ്റിയവരുണ്ട്. പണ്ഡിത അഗ്രേസനന്മാർ കുറേ എണ്ണം ഉണ്ട്, വേഷം കെട്ടി നടക്കുന്നവർ. കോണം എടുക്കും, പലമുട്ടിയുമ കയറി നടക്കും. ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ സഞ്ചരിക്കുന്നത് 18 ലക്ഷം രൂപയുടെ കാറിൽ. ഇങ്ങനെയുള്ള ചില വളിപ്പന്മാരെന്നാണ് പറയേണ്ടത്. ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. ഇപ്പം എല്ലാം അടങ്ങി, എല്ലാം ഒതുങ്ങി. ഇപ്പം യൂട്യൂബിലൂടെ ഇടയ്ക്കൊന്ന് ഒറ്റക്കൊന്നിട്ട് നോക്കണം, കാണാം ഇടയ്ക്ക് വൈകൃത ജന്മങ്ങൾ. ഇവിടെ ഹിന്ദുവിൻ്റെ വക്താക്കൾ അവരാരും ഇത്തരം വിധത്തിലുള്ള നാറ്റുകേസിൽ അവർ വരാറില്ല. ചലയ്ക്കുന്നത് മുഴുവൻ ഹിന്ദു വേഷം കെട്ടിയ ഹിന്ദുത്വക്കാരാണ് ചലയ്ക്കുന്നത്.
ഏതായാലും ആ ഒരു ബോധം ഇത് ഹിന്ദുക്കൾക്ക് ബാധകമല്ല, ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യില്ല, അവർ പാവങ്ങളാണ്, അവരവരെ വഴി തേടി വഴിയിലൂടെ അവർ മുന്നോട്ട് പോകുന്നു, അത്രമാത്രം ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ഹിന്ദുത്വ എന്ന് പറയുന്ന ഈ വിഷവിത്തുകൾ മാത്രമാണ് ഇങ്ങനെ കിടന്നിട്ടുള്ള എന്താ പറയുക, പുഴുക്കളാണ് കിടന്നിട്ട് ഈ വളഞ്ഞു പുളയുന്നത്. ഇതിവിടെ കേരളത്തിൽ കേരളീയർക്ക് ഉള്ളിൽ അതൊരു പൊതുബോധമായി കഴിഞ്ഞു. ഇനി അവർക്ക് ഒരടി മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല ഇവിടുത്തെ സംഘപരിവാറുകാർക്ക്, ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക്. അത് ഓരോ പ്രാവശ്യവും ഇങ്ങനെയുള്ള കശ്മലന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്ന് നടക്കുമ്പോഴും അത് ഈ ഒരു പൊതുബോധം വീണ്ടും ഉറയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആയതുകൊണ്ട് ആ പോസ്റ്റ് ഇട്ടവനോട് നന്ദി. നമസ്കാരം.